ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയില്ലാത്ത എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭൂതകാലത്തെ സംഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത്. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിലെ ഈ പ്രധാന സംഭവം ഇന്നും നമ്മെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു. 1927 കേരളത്തിലെ ഒരു ചെറിയ പട്ടണമായ പാലായിലാണ് ഈ ബാങ്ക് സ്ഥാപിതമായത്. ആദ്യകാലങ്ങളിൽ ബാങ്ക് ക്രമാനുഗതമായി വളർന്നു. പ്രാദേശിക ബിസിനസ്സുകളും കർഷകരും വ്യാപാരികളും അവരുടെ സമ്പാദ്യവും സ്വപ്നങ്ങളും അതിൽ നിക്ഷേപിച്ചു. കാലക്രമേണ ബാങ്ക് കേരളത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ ബാങ്കുകളിൽ ഒന്നായി മാറി. ഇന്ത്യയിലെ 94 ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഒന്നായിരുന്നു ഇത്. ആളുകൾ ബാങ്കിനെ ബഹുമാനത്തോടെ നോക്കി. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചു. തുടക്കത്തിൽ ബാങ്ക് പ്രാദേശിക വളർച്ചയ്ക്ക് ഇന്ധനം നൽകി. കാർഷിക പദ്ധതികൾക്ക് അത്യാവശ്യമായ വായ്പകൾ നൽകി. ചെറുകിട ബിസിനസ്സുകളെ പിന്തുണച്ചു. പ്രാദേശിക വ്യാപാരികൾക്ക് ആവശ്യമായ സാമ്പത്തിക ഉത്തേജനം നൽകി. അതിന്റെ ദ്രുതഗതിയിലുള്ള വികാസം ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു. നിക്ഷേപകർ ബാങ്കിനെ തങ്ങളുടെ പണത്തിന് സുരക്ഷിതമായ സ്ഥലമായി കണ്ടു. ബാങ്കിന് ശക്തമായ സമൂഹ പിന്തുണയും ലഭിച്ചു. എന്നിരുന്നാലും വർഷങ്ങൾ കടന്നുപോയപ്പോൾ ബാങ്ക് ഗുരുതരമായ വെല്ലുവിളികളെ നേരിടാൻ തുടങ്ങി. ശരിയായ പരിശോധനകളില്ലാതെ വായ്പകൾ നൽകി മാനേജ്മെന്റ് റിസ്ക് എടുക്കാൻ തുടങ്ങി. ഈ വായ്പകളിൽ പലതും സുരക്ഷിതമല്ലായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബാങ്കിന്റെ വായ്പകളിൽ വലിയൊരു ഭാഗം സംശയാസ്പദമായിരുന്നു. എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു ഇത്. ബാങ്ക് വളരെ വേഗത്തിൽ വളർന്നു. പക്ഷേ അത് ബാങ്കിനെ സുരക്ഷിതമാക്കുന്ന നിയമങ്ങളൊന്നും പാലിച്ചില്ല. 1950കളുടെ തുടക്കത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI ബാങ്കുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 1951 RBI പാലാ സെൻട്രൽ ബാങ്കിൽ ആദ്യ പരിശോധന നടത്തി. പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. ബാങ്ക് വളരെയധികം അപകട സാധ്യതയുള്ള വായ്പകൾ നൽകിയിട്ടുണ്ടെന്ന് RBI കണ്ടെത്തി. ശരിയായ രേഖകളില്ലാതെ ഡയറക്ടർമാർക്കും അവരുടെ ബന്ധുക്കൾക്കും വായ്പകൾ നൽകുന്നുണ്ടെന്നും കണ്ടെത്തി. ഈ രീതികൾ വിവേകപൂർണമായ ബാങ്കിംഗ് മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. RBI ബാങ്കിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചു. വായ്പാ രീതികൾ കർശനമാക്കാനും ബാലൻസ് ഷീറ്റ് ചിട്ടപ്പെടുത്താനും മാനേജ്മെന്റിനെ ഉപദേശിച്ചു. എന്നിരുന്നാലും ബാങ്കിന്റെ നേതൃത്വം ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുത്തില്ല. അവർ ഉപദേശം അവഗണിക്കുകയും അപകടകരമായ വായ്പകൾ നൽകുന്നത് തുടരുകയും ചെയ്തു. തൽഫലമായി ബാങ്കിന്റെ സാമ്പത്തിക ആരോഗ്യം വഷളാകാൻ തുടങ്ങി. ബാങ്ക് തങ്ങൾ വിശ്വസിച്ച അത്ര സുരക്ഷിതമല്ലെന്ന് നിക്ഷേപകർ മനസ്സിലാക്കാൻ തുടങ്ങി. 1950കളുടെ അവസാനത്തോടെ പാലാ സെൻട്രൽ ബാങ്കിലെ പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തമായി. ബാങ്ക് വളർന്നു, പക്ഷേ അതിന്റെ മാനേജ്മെന്റ് വികസിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. പല വായ്പകളും നിഷ്ക്രിയമായി. ബാങ്കിന്റെ മൂലധനം ചുരുങ്ങാൻ തുടങ്ങി. നിക്ഷേപകർക്കിടയിലുള്ള ആത്മവിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങി. ഏതൊരു ബാങ്കിന്റെയും മൂലക്കല്ലാണ് വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഒരു ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. 1960കളിലെ ആദ്യ മാസങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളായി. ബാങ്കിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് വാർത്തകൾ പരന്നു. നിക്ഷേപകർ പരിഭ്രാന്തരായി. പലരും പണം പിൻവലിക്കാൻ തിരക്കുകൂട്ടി. പെട്ടെന്നുള്ള ഈ തിരക്ക് ബാങ്ക് റൺ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചു. വളരെയധികം ഉപഭോക്താക്കൾ ഒരേ സമയം പണം ആവശ്യപ്പെടുമ്പോഴാണ് ഒരു ബാങ്ക് റൺ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ ഈ പിൻവലിക്കലുകൾ നിറവേറ്റാൻ ഒരു ബാങ്കിന് ആവശ്യമായ ലിക്വിഡ് ക്യാഷ് ഇല്ലായിരിക്കാം. തൽഫലമായി ബാങ്കിന്റെ സാമ്പത്തിക ഘടന തകരാൻ തുടങ്ങി. 1960 ഓഗസ്റ്റ് 8 പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിലെത്തി. നിക്ഷേപങ്ങളുടെ ദ്രുതഗതിയിലുള്ള പിൻവലിക്കലിലും ബാങ്കിന്റെ വർദ്ധിച്ചു വരുന്ന നഷ്ടങ്ങളിലും ആശങ്കാകുലരായ RBI നിർണായക നടപടി സ്വീകരിച്ചു. പാലാ സെൻട്രൽ ബാങ്ക് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. ലളിതമായി പറഞ്ഞാൽ ബാങ്കിന് ഇനി പ്രവർത്തനം തുടരാൻ കഴിയില്ലെന്ന് RBI തീരുമാനിച്ചു. ബാങ്ക് അടച്ചുപൂട്ടാനുള്ള തീരുമാനം നിസ്സാരമായി എടുത്തതല്ല. വർഷങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും ബാങ്ക് കടുത്ത പ്രതിസന്ധിയിലാണെന്നതിന്റെ തെളിവുകൾക്കും ശേഷമാണ് ഇത് സംഭവിച്ചത്. ലിക്വിഡേഷൻ ആയിരുന്നു അടുത്ത ഘട്ടം. ലിക്വിഡേഷൻ എന്നാൽ ബാങ്കിന്റെ ആസ്തികൾ വിറ്റഴിച്ച് നിക്ഷേപകർക്കും മറ്റ് കടക്കാർക്കും തിരിച്ചടയ്ക്കുക എന്നതാണ്. എന്നിരുന്നാലും പ്രക്രിയ സങ്കീർണമായിരുന്നു. പൂർത്തിയാകാൻ വർഷങ്ങളെടുത്തു. പല നിക്ഷേപകർക്കും അവരുടെ പണത്തിന്റെ ഒരു ഭാഗം പോലും തിരിച്ചു പിടിക്കാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നു. ചിലർക്ക് അവർ നിക്ഷേപിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ലഭിച്ചുള്ളൂ. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനം സമൂഹത്തിലും മുഴുവൻ ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തിലും ഒരു ശാശ്വത മുറിവ് അവശേഷിപ്പിച്ചു. ഇനി ഈ തകർച്ച എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നിരവധി പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി, ബാങ്ക് അപകടകരമായ വായ്പാ രീതികളിൽ ഏർപ്പെട്ടു. ശരിയായ ഈടോ കടം വാങ്ങുന്നവരുടെ വായ്പാ യോഗ്യതയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിലയിരുത്തലോ ഇല്ലാതെയാണ് അവർ വായ്പകൾ നൽകിയത്. ഈ വായ്പകളിൽ പലതും ഒടുവിൽ സംശയാസ്പദമായി തീർന്നു, അല്ലെങ്കിൽ തിരിച്ചടച്ചില്ല. രണ്ടാമതായി, RBIയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ബാങ്കിന്റെ മാനേജ്മെന്റ് അവഗണിച്ചു. അവർ അവരുടെ രീതികൾ മാറ്റുകയോ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയോ ചെയ്തില്ല. മൂന്നാമതായി, ബാങ്കിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്ത പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇടിഞ്ഞു. ഉപഭോക്താക്കൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർ പരിഭ്രാന്തരായി പണം പിൻവലിക്കുകയും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനം വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയെ പിടിച്ചു കുലുക്കിയ നിരവധി പരാജയങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്നിരുന്നാലും അതിന്റെ തകർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു.
മുഴുവൻ സംവിധാനത്തെയും പുനഃപരിശോധിക്കാൻ ഇത് റെഗുലേറ്റർമാരെയും നയരൂപീകരണക്കാരെയും നിർബന്ധിതരാക്കി. ഈ പരാജയത്തിൽ നിന്ന് RBI നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഇന്ത്യൻ ബാങ്കിംഗ് നിയന്ത്രണങ്ങളിലെ മാറ്റത്തിന് അതൊരു ഉത്തേജകമായി മാറുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് നിലവിൽ വന്നത്. ഒരു ബാങ്ക് തകർന്നാൽ നിക്ഷേപകർക്ക് അവരുടെ പണത്തിന്റെ ഒരു ഭാഗമെങ്കിലും തിരികെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ്. ബാങ്കിംഗ് സംവിധാനത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഈ നടപടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആളുകൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പു നൽകുന്നതിലൂടെ ഭാവിയിൽ പരിഭ്രാന്തി നിറഞ്ഞ പിൻവലിക്കലുകൾ തടയാൻ സർക്കാരും RBIയും പ്രതീക്ഷിച്ചു. ഡെപ്പോസിറ്റ് ഇൻഷുറൻസിന് പുറമെ RBI അതിന്റെ നിയന്ത്രണ രീതികളും പരിഷ്കരിച്ചു. ബാങ്കുകളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് അത് മനസ്സിലാക്കി. ബാങ്കുകളെ പരിശോധിക്കാനും ആവശ്യമുള്ളപ്പോൾ ഇടപെടാനും കർശനമായ വായ്പാ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും RBIക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഈ മാറ്റങ്ങൾ ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ഇന്ന് ബാങ്കുകൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാണ്. കൂടാതെ പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനത്തിലേക്ക് നയിച്ച നിരവധി അപകട സാധ്യതകൾ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. പാലാ സെൻട്രൽ ബാങ്കിന്റെ തകർച്ച പ്രാദേശിക സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. ബാങ്ക് വെറും ഒരു സ്ഥാപനമായിരുന്നില്ല, പാലായിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു നെടുന്തൂണായിരുന്നു അത് തകർന്നപ്പോൾ ചെറുകിട ബിസിനസ്സുകൾക്ക് വായ്പ ലഭിക്കാതെ പോയി. കർഷകർക്ക് ആവശ്യമായ വായ്പകൾ നേടാൻ കഴിഞ്ഞില്ല. ആളുകളുടെ ദൈനംദിന സമ്പാദ്യം അപ്രത്യക്ഷമാകുന്നത് കണ്ടു. സാമ്പത്തിക ആഘാതം സമൂഹത്തിൽ അലയടിക്കുകയും ജീവിതത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ബാങ്കിംഗ് ലോകത്ത് വിശ്വാസവും മികച്ച മാനേജ്മെന്റും വഹിക്കുന്ന നിർണായക പങ്കിന് ഈ ദാരുണമായ ഫലം അടിവരയിടുന്നു. സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു ലളിതമായ ഉപമ ഓർമ്മ വരുന്നു. ഉറപ്പില്ലാത്ത അടിത്തറയിൽ നിർമ്മിച്ച ഒരു വീട് സങ്കല്പിക്കുക. വീട് എത്ര മനോഹരമോ വലുതോ ആണെങ്കിലും അതിന്റെ അടിത്തറ ദുർബലമാണെങ്കിൽ അതൊടുവിൽ തകരും. പാലാ സെൻട്രൽ ബാങ്കിന്റെ കാര്യത്തിൽ അടിസ്ഥാനം അതിന്റെ മാനേജ്മെന്റ് രീതികളും വായ്പാ നയങ്ങളുമായിരുന്നു. അവ പരാജയപ്പെട്ടപ്പോൾ മുഴുവൻ സ്ഥാപനവും തകർന്നു. ഇന്നും പ്രസക്തമായ ഒരു പാഠമാണിത്. ഒരു സംരംഭം എത്ര വിജയകരമായി പ്രത്യക്ഷപ്പെട്ടാലും അത് ശക്തവും വിശ്വസനീയവുമായ തത്വങ്ങളിൽ കെട്ടിപ്പടുക്കണം. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്നും ബിസിനസ് സ്കൂളുകളിലും ബാങ്കിംഗ് സെമിനാറുകളിലും പഠിപ്പിക്കപ്പെടുന്നു. മികച്ച മാനേജ്മെന്റ്, റിസ്ക് അസസ്മെന്റ്, റെഗുലേറ്ററി മേൽനോട്ടം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ കഴിയാത്തതാണെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളർച്ചയ്ക്കും വിവേകത്തിനുമിടയിൽ ബാങ്കുകൾ ശ്രദ്ധാപൂർവം സന്തുലിതാവസ്ഥ നിലനിർത്തണം. അവരുടെ ഉപഭോക്താക്കൾ അവരിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അവർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ വിശ്വാസം തകർക്കപ്പെടുമ്പോൾ അനന്തരഫലങ്ങൾ ഗുരുതരമായിരിക്കും. ബാങ്കിന് മാത്രമല്ല, മുഴുവൻ സമ്പദ് വ്യവസ്ഥയ്ക്കും. 1960 മുതൽ ഇന്ത്യയിലെ നിയന്ത്രണ പരിസ്ഥിതി വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു എന്നും ഞാൻ ഊന്നി പറയുന്നു. ബാങ്കുകൾ സുരക്ഷിതമായും സുസ്ഥിരമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ RBIക്ക് ഇപ്പോൾ ഒരു സുസ്ഥാപിത ചട്ടക്കൂടുണ്ട്. ആധുനിക ബാങ്കുകൾ വായ്പ നൽകുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും സാമ്പത്തിക ആഘാതങ്ങളെ നേരിടാൻ ആവശ്യമായ മൂലധന കരുതൽ നിലനിർത്തുകയും ചെയ്യുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോഴും വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനത്തിന് ശേഷമുണ്ടായ പുരോഗതി നിക്ഷേപകരെ സംരക്ഷിക്കാനും സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനും സഹായിച്ചിട്ടുണ്ട്. പാലാ സെൻട്രൽ ബാങ്ക് പോലുള്ള ഒരു ബാങ്കിന്റെ തകർച്ച വെറും ഒരു സാമ്പത്തിക സംഭവമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഹ്യൂമൻ സ്റ്റോറിയാണ്. നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. ചെറുകിട ബിസിനസ് ഉടമകൾക്ക് അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടേണ്ടി വന്നു. അത്തരമൊരു തകർച്ചയുടെ വൈകാരിക ആഘാതം അളക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മുടെ പണം, സുരക്ഷ, ചിലപ്പോൾ നമ്മുടെ ഭാവി എന്നിവ ഉപയോഗിച്ച് നമ്മൾ ബാങ്കുകളെ വിശ്വസിക്കുന്നു. ധാർമ്മികമായ രീതികളുടെയും ശക്തമായ മേൽനോട്ടത്തിലൂടെയും ആ വിശ്വാസം നേടുകയും നിലനിർത്തുകയും വേണം. പാലാ സെൻട്രൽ ബാങ്കിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് റിസ്ക് മാനേജ്മെന്റിലും ഉത്തരവാദിത്തത്തിലും ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ഒരു സ്ഥാപനവും പരാജയത്തിൽ നിന്ന് മുക്തമല്ല എന്നാണ്. ജാഗ്രതയും മികച്ച സാമ്പത്തിക രീതികളോടുള്ള പുതുക്കിയ പ്രതിബദ്ധതയും ആവശ്യപ്പെടുന്ന ഒരു കഥയാണിത്. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനം ബാങ്കിങ്ങിലെ വിശ്വാസം, വിവേകം, മേൽനോട്ടം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പാഠമാണ്. ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ച് ചരിത്രത്തിന് നമ്മെ പഠിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനം പോലുള്ള സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആധുനിക ബാങ്കുകളെ എന്തുകൊണ്ടാണ് അവ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നതെന്നും നിക്ഷേപകരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. പാലാ സെൻട്രൽ ബാങ്കിന്റെ പതനത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വിവരണം കേട്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.